ഇന്നലെ നമ്മളെ നാട്ടിൽ നടന്നുള്ളൊരു സംഭവമാണിത്. തമിഴ്നാട്ടുകാരായിട്ടുള്ള ഏതാനും സ്ത്രീകൾ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുണ്ട്. ആ ചാക്കും അവരും കൂടി കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പഴയ സാധനങ്ങൾ പെറുക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്ന സ്ത്രീകളെ പോലെയാണ് നടക്കുന്നത്. അങ്ങനെ വീടുകളൊക്കെ നോക്കി പല വീടുകളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അവർക്ക് പറ്റാവുന്ന ആളില്ല എന്ന് തോന്നുന്ന വീടുകളിൽ കയറി കളവ് നടത്തുക എന്നുള്ളതാണ്. ഇന്നലെ മാനമ്പള്ളിയിലെ ഗോപാലേട്ടൻ്റെ വീട്ടിൽ അവർ കയറി അവിടെ നല്ലൊരു പത്തായം ഉണ്ടായിരുന്നു. പത്തായം തുറന്ന് ആ സമയത്ത് അവിടെ ആളുണ്ടായിരുന്നില്ല. പത്തായം തുറന്ന് അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവർ കട്ടുകൊണ്ടുപോയി. ഇന്നലെ ഒരു വളരെ ചുരുക്കം സമയം കൊണ്ടാണ് ആ വീട്ടിൽ കയറുകയും ആ വീട്ടിലുള്ള സാധനങ്ങൾ ആ പത്തായം അവർ കണ്ടെത്തി. അവിടെ പുറത്ത് ചായ്പിലിരിക്കുന്ന പത്തായം കണ്ടെത്തി. അതിൽ വിലപിടിപ്പുള്ള ചെമ്പ് പാത്രങ്ങൾ, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, കിട്ടാവുന്ന സാധനങ്ങൾ, കഴിയപ്പെടുന്ന സാധനങ്ങളൊക്കെ അവരെ ചാക്കിലിട്ട് അവർ കൊണ്ടുപോവാണ്. ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ വാഹനങ്ങളൊക്കെ വന്ന് ഒളിവിൽ നിൽക്കുന്നുണ്ടായിരിക്കും. അതിൽ കയറ്റി ഇവർ കൊണ്ടുപോകാമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും കളവ് ഇന്നലെ നടന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന് ഇന്നലെ ചില വീടുകളിൽ ചെന്ന് അവർ ഭക്ഷണം ചോദിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒറ്റയ്ക്കുള്ള ആളുകളുള്ള വീടുകളിലാണെങ്കിൽ ആ ആളുകളെ അപായപ്പെടുത്താൻ വരെ അവർക്ക് കഴിവുള്ള സ്ത്രീകൾ. അപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് കയറ്റുമ്പോഴും ഒക്കെ സൂക്ഷിക്കുക. അത്തരം ആളുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗൂഡ്സ് ഓട്ടോ ഇവരുടെ വാഹനമാണ്. ഇവർ പല ഭാഗങ്ങളിലായിട്ട് ഒളിച്ചു നിൽക്കുകയാണ്. ഇവർ കട്ടെടുത്ത് കൊണ്ടുവരുന്ന സാധനം ഈ ഓട്ടോയിൽ വെച്ച് പിന്നെയും അവർ മറ്റ് സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇവർ ഒതുങ്ങി നിൽക്കും. പിന്നെ ഇവർ ഫോൺ വിളിക്കുന്നതിനനുസരിച്ച് ഇവർ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ആ സാധനം കയറ്റി മാറി നിൽക്കുകയാണ്. ഈ വാഹനം ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. പല ഭാഗങ്ങളിലായിട്ട് അവർ കട്ടെടുക്കുന്ന സാധനങ്ങൾ ഈ വാഹനത്തിൽ കൊണ്ടുവന്ന് കയറ്റും. അങ്ങനെ ഇവർ കൂടെ തന്നെ ഇവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു ഓട്ടോ ആണത്. ഗുഡ്സ് ഓട്ടോറിക്ഷയാണിത്.